മണിപ്പൂരിൽ ബി.ജെ.പി ശക്തമായ വെല്ലുവിളി നേരിടുന്നുണ്ട്, യാതൊരു സംശയമില്ല. കേരളത്തിലെ കോൺഗ്രസിനും CPM-നും ഒന്നിക്കാൻ കഴിയാത്തതുപോലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിന് ഒന്നിക്കാൻ കഴിയില്ല. ബി.ജെ.പി അകാലിദൾ ഐക്യം വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുന്നേറാൻ കഴിയും. കോൺഗ്രസ് ജയിച്ചാൽ ഗോവയുടെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പെരുമാറുന്നത്. കോൺഗ്രസ് ശക്തമായൊരു പാർട്ടി ഹിമാചൽ പ്രദേശത്തിൽ ഭരണത്തിലാണ്. ബി.ജെ.പി അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള കോമ്പിനേഷൻ ആണല്ലോ അവിടെ ഉള്ളത്. അതിൽ ഈ ഊഴം ബി.ജെ.പിക്കാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2027 7 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ഉത്തർപ്രദേശിൻ്റെ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വളരെ സുപ്രധാനമായ നീക്കുപോക്കുകൾ നടക്കാൻ സാധ്യതയുള്ള മണിപ്പൂരുണ്ട്, ഉത്തരാഖണ്ഡുണ്ട്, അതുപോലെ ഗോവയുണ്ട്, പഞ്ചാബുണ്ട്, ഹിമാചലുണ്ട്, അതിനൊപ്പം തന്നെ ഗുജറാത്തിലും ഹിമാചലിലും 2027 ഒടുവിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തുടക്കത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പരിശോധിക്കാം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ സാധ്യതകൾ. ഇവയിലൊക്കെ തന്നെ ബി.ജെ.പി അധികാരം നിലനിർത്താൻ സാധ്യതയുണ്ടോ? പ്രതിപക്ഷം ഒത്തൊരുമയോടെ പോരാടി അധികാരം തിരിച്ചു പിടിക്കുമോ? നമ്മോടൊപ്പം ചേരുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ K.J. പ്രസാദ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ തന്നെ ആദ്യം സംസാരിക്കാമെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ ഉത്തർപ്രദേശിനെ കുറിച്ച് വളരെ വിശാലമായി സംസാരിച്ചു. മണിപ്പൂരിലേക്ക് വരുമ്പോൾ പ്രക്ഷുബ്ധമായ മണിപ്പൂർ, അവിടുത്തെ ആ വാർത്തകൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പി NDA അവിടെ ഭരണം നിർവഹിക്കുന്നു. അവർക്ക് വലിയ ഭീഷണിയാണ് ഈ പ്രശ്നങ്ങൾ, ക്രമസമാധാന പാലനത്തിലെ പരാജയം എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ ഇപ്പോൾ ബി.ജെ.പി അടിപതറാനുള്ള സാധ്യതയാണോ കൂടുതൽ, അതോ പ്രതിപക്ഷത്തെ വീണ്ടും പരാജയപ്പെടുത്തി അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുമോ? ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് മണിപ്പൂരിൽ ബി.ജെ.പി മുന്നണിയുടെ ഭരണമാണ്. പക്ഷേ ഇതിനിടയിൽ നിർഭാഗ്യവശാൽ 2023 മണിപ്പൂരിൽ കലാപം ഉണ്ടാകുക മാത്രം അതിൽ നിന്ന് തുടരുകയാണ്. അപ്പം അത് നമ്മളെ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ നമ്മുടെ ഭൗതിക വളർച്ച. അതിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ ഞാൻ ഈ മേഖലയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്ന വിധത്തിൽ വലിയ മാറ്റം നമ്മൾ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ബി.ജെ.പിയും ബി.ജെ.പിയുടെ ഘടകകക്ഷികളാണെന്ന് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഭരിക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് ബി.ജെ.പി ഉണ്ടായി. പക്ഷേ അവിടെ മണിപ്പൂരിൽ 2023 കലാപം, അതായത് അവിടുത്തെ മെയ്തി വിഭാഗം എന്ന് പറയുന്ന അവരെ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കാൻ. അപ്പോൾ അതിനെ തുടർന്നാണ് കുക്കി രണ്ടാമത് അവർ ക്രിസ്ത്യൻ ട്രൈബൽ വിഭാഗമാണ്, ക്രിസ്ത്യൻ മത വിഭാഗമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു കലാപമായി മാറി. ഞാനതിൽ ഒരു വലിയ ഗൂഢാലോചന കാണുന്ന ഒരാളാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിക്കെതിരായിട്ടല്ല മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നത്, ഒരു ഹൈക്കോടതി വിധിയിലാണ്. ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട് നമ്മുടെ രാജ്യത്ത്, മറ്റൊരുപാട് സ്കോപ്പുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അവിടെ കലാപത്തിലേക്ക് പോയി. അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ആഘോഷിച്ച അല്ലെങ്കിൽ അവ ഏറ്റവും ചർച്ച ചെയ്താണ് മണിപ്പൂരിലെ വിഷയം. പക്ഷേ മണിപ്പൂരിൽ ഇന്നും കലാപമാണ്, പക്ഷേ നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായിട്ട് മണിപ്പൂരിലെ കലാപം കുക്കികളും നാഗ വിഭാഗങ്ങളും തമ്മിലാണ്. രണ്ടുപേരും ക്രിസ്ത്യൻ സമൂഹമായതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഒഴിവാക്കിയത്. നേരത്തെ മെയ്തി വിഭാഗങ്ങളും കുക്കികളും ആയിരുന്നപ്പോൾ മണിപ്പൂരിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നൊരു കമ്മ്യൂണലായിട്ട് അതിനെ പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ മണിപ്പൂരിൽ ബി.ജെ.പി ശക്തമായ വെല്ലുവിളി നേരിടുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, അപ്പം ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു. അവിടുത്തെ മന്ത്രിമാരുടെ വീടുകളാണെങ്കിലും നശിപ്പിച്ച് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വീടുകൾ കത്തിക്കുകയും അങ്ങനെ ഒരു വളരെ കമ്മ്യൂണലായിട്ട് ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് അത് മാറി. മണിപ്പൂരിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നെഹ്റുവിൻ്റെ സർക്കാർ തന്നെ മണിപ്പൂരിലെ വിഷയങ്ങൾ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് കൊണ്ടുവന്നത്. ഇന്നും വന്നില്ലുണ്ട്. ബി.ജെ.പി സർക്കാർ വന്നതിന് ശേഷമാണ് അത് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് പ്രദേശങ്ങളിലേക്ക് ഒതുക്കിയത്. അപ്പം മറ്റൊന്ന് മണിപ്പൂരും മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ തുറന്നു കിടക്കുന്നതാണ്. ട്രൈബൽ വിഭാഗങ്ങൾ 15 കിലോമീറ്റർ
കിലോമീറ്റർ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു എഗ്രിമെൻ്റ് പ്രകാരം. അപ്പോൾ ഒരുപാട് കള്ളക്കടത്ത് നടക്കുന്നുണ്ട്, മറ്റ് ആയുധങ്ങൾ, മറ്റ് തീവ്രവാദ വിഭാഗങ്ങൾ, മയക്കുമരുന്ന് ഇതൊക്കെ നടക്കുന്നു. അപ്പം ഈ മണിപ്പൂരിലൊരു സുസ്ഥിരമായ BJP ഭരണം അസ്വസ്ഥമാക്കിയത് ഈ പറഞ്ഞ സ്വതന്ത്ര വ്യവഹാരം, ചൈന ഉൾപ്പെടെയുള്ള പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളുടെ പല മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്, അവരുടെ റൂട്ടാണ് അവർ പ്രധാനമായും. നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രധാന കവാട ആയുധങ്ങൾ മുഴുവനും അവിടെ എത്തുന്നത് അങ്ങനെയാണ്. മണിപ്പൂരിൽ നമുക്കറിയാം സംഘർഷത്തിൽ പോലീസിനേക്കാളും നല്ല ആയുധം ഇവരെ കൈവശമുണ്ട്. അതുപോലെ മിഷണറിമാർ, വിദേശ മിഷണറിമാർ കോൺഗ്രസ് കാലഘട്ടത്തിൽ തന്നെ പല മിഷണറിമാരെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പം വിശേഷം മണിപ്പൂരിലും അതുപോലെ അരുണാചൽ പ്രദേശിലൊക്കെ ഈ വിഷയങ്ങളുണ്ടായിരുന്നു. അന്നും കോൺഗ്രസും നടപടി എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സമയത്താണ് അരുണാചൽ പ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത്. അത് ഇപ്പോ BJP ആണ് അത് ചെയ്തിരുന്നെങ്കിൽ വലിയ കലാപം ഉണ്ടായത്, വലിയ പ്രക്ഷോഭം ഉണ്ടായത്. ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ മണിപ്പൂര് ഒരു വലിയൊരു ചലഞ്ച് BJPയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ഒരു സീറ്റാണ് ഉണ്ടായത്, അത് 2 സീറ്റും കോൺഗ്രസിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. മണിപ്പൂരിനെ മാക്സിമം ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ BJPക്കും അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മൾ BJPക്ക് ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ പോളിംഗ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ BJPക്ക് തകർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് BJP 100% അവിടെ ജയിച്ച് തിരിച്ചു വരുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. 2022 BJP 32 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2017 BJPക്ക് അന്ന് ലഭിച്ചത് 21 സീറ്റായിരുന്നു. പക്ഷേ അലയൻസിലൂടെ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. അതിനു മുൻപ് അവർക്ക് സീറ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പ്രോഗ്രസീവായ ഒരു ഭരണമായിരുന്നു വികസന കാര്യത്തിൽ മണിപ്പൂരിൽ ചെയ്തത്. കാരണം മണിപ്പൂരാണ് വടക്കിഴക്കൻ സംസ്ഥാനം, ജനസംഖ്യയുള്ളൊരു സംസ്ഥാനം എന്നുള്ള തരത്തിൽ താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ്. പക്ഷേ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം വടക്ക് കിഴക്കിനെ അല്ലെങ്കിൽ അവിടെ അസ്ഥിരമാക്കുക എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അജണ്ടയാണ്. അപ്പം അതുകൊണ്ട് BJP ശക്തമായ വെല്ലുവിളി നേരിടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് കിട്ടിയ 24.7%, BJPക്ക് 23% വോട്ട് ലഭിച്ചിരുന്നു. അപ്പം കോൺഗ്രസിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ BJPക്ക് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് പരിമിതികളുണ്ട് അവിടെ. കാരണം അത്രയധികം കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2 വിഭാഗങ്ങൾ, കുക്കി മെയ്തി വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ BJP ശ്രമിച്ചു. 2 വിഭാഗത്തിലെ MLA-മാർ BJPയിലുണ്ട്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം കലാപം ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു രാഷ്ട്രീയമായ ഒരു അനാലിസിസ് നമുക്ക് പൂർണ്ണമായിട്ടും വിജയകരമായി നമുക്കിപ്പം പറയാൻ കഴിയില്ല. പക്ഷേ സാധ്യതയുണ്ട്. BJPക്ക് വലിയ തകർച്ച ഉണ്ടാകില്ല, പക്ഷേ BJPയെ സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെ. ഉത്തരാഖണ്ഡിലേക്ക് പോകുമ്പോൾ അതും മറ്റൊരു ചെറിയ സംസ്ഥാനം, അവിടെയും BJPക്ക് ഭരണം ഉണ്ട്. അവിടുത്തെ സാധ്യത എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ? ഉത്തരാഖണ്ഡിലേക്ക് ഉത്തരാഖണ്ഡിൽ ഒരു 70 അംഗ നിയമസഭയാണ്. അപ്പം BJP കഴിഞ്ഞ 10 വർഷമായിട്ട് BJP തുടർ ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനം. സീറ്റ് അവർക്കുണ്ട്. BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഉത്തരാഖണ്ഡിൽ. ഉത്തരാഖണ്ഡിലെ നമ്മുടെ സോഷ്യൽ ബേസ് ഡിഫറൻ്റ് ആണ്. ഈ പിന്നോക്ക വിഭാഗങ്ങൾ താരതമ്യേന കുറവുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ കുറച്ച് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം BJPക്ക് എതിരെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിലും കോൺഗ്രസിന് സാധ്യത അത്രയും മെച്ചപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ നേട്ടം അവിടെ ഉണ്ടാകും. 5 സീറ്റും BJP കൊണ്ടുപോകുന്നത്. ആ തരത്തിൽ കോൺഗ്രസിന് അവിടെ ശക്തമായ ബേസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. കോൺഗ്രസും BJPയാണ് അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. നേരിട്ടുള്ള മത്സരമാണ്. എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP 10 വർഷത്തെ തുടർഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ ആസാമിലുള്ളതുപോലെ തന്നെ ഇവിടെയും BJPയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം കാര്യമായ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗവൺമെൻറ്റിനെതിരായിട്ട്. കുറച്ചുകൂടെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം, കോൺഗ്രസും BJP ഇതര പാർട്ടികളുടെ റോള് പരിമിതമാണ്. പിന്നെ സോഷ്യലായിട്ട് നോക്കുമ്പോൾ സോഷ്യൽ സ്ട്രക്ചറിന് ഡിഫറൻ്റ് ആണ് ഉത്തരാഖണ്ഡ്. പഴയ UP നിന്നാണല്ലോ ഉത്തരാഖണ്ഡ് രൂപീകരിച്ചത്. പക്ഷേ UPയുടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകവും ഉത്തരാഖണ്ഡിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ മുന്നോക്ക വിഭാഗങ്ങൾക്കാണ് ഡോമിനൻസ് ഉള്ളത്. ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത, മറ്റു തരത്തിലുള്ള കമ്മ്യൂണൽ വിഷയങ്ങളൊന്നും വരില്ല. സർക്കാരിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ 10 വർഷമായി ഭരിക്കുന്ന BJPക്ക് എതിരെ ഉണ്ടാകുന്ന ആ തരത്തിലൊരു തീവ്രമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല.
മണിപ്പൂരിൽ വെല്ലുവിളി നേരിടുമെങ്കിൽ പക്ഷേ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന് അങ്ങനെ വലിയൊരു നേതൃത്വം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വം കാരണം ചെറിയ സംസ്ഥാനമായതുകൊണ്ടായിരിക്കണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം 10 വർഷമായി അധികാരമില്ലാത്തതിന്റെ ഒരു കുറവ് അവർക്കുണ്ട്, പ്രശ്നമുണ്ട്. അതെ, അപ്പോൾ അത് നമ്മളെ കേരളത്തിൽ അതുപോലെ ആയിരുന്നു. പക്ഷെ അതുപോലുള്ളൊരു ശക്തമായ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉത്തരാഖണ്ഡിലില്ല. ഇത് നമ്മൾ പഞ്ചാബ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും ഇക്കുറിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആം ആദ്മി പാർട്ടി അവിടെ ഭരിക്കുകയാണ്. ഓക്കെ, 117 അംഗ നിയമസഭയിൽ 92 അംഗങ്ങളുടെ വിജയത്തോടുകൂടി അവർ ഉജ്ജ്വല പ്രകടനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. കോൺഗ്രസ് 18ലേക്ക് ഒതുങ്ങുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ നേരെ തിരിച്ചടിക്കുക എന്ന ഒരു റിസൾട്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. ആപ്പ് പക്ഷേ ഇപ്പോൾ അവർക്ക് ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് പഞ്ചാബ് രാഷ്ട്രീയത്തെ ഇപ്പോൾ കാണുന്നത്? പഞ്ചാബ് രാഷ്ട്രീയം പ്രധാനമായിട്ടും കോൺഗ്രസും അകാലിദളും തമ്മിലുള്ള അത് BJP 96 മുതൽ അകാലിദളും BJPയും തമ്മിൽ അലയൻസ് ആയിരുന്നു ഈ അടുത്ത കാലം വരെ 2019 വരെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. അതായത് ഒരു ബൈപ്പോളർ പൊളിറ്റിക്സ് ആണ്. അത് കോൺഗ്രസ് അകാലിദൾ എന്നുള്ളത്. BJP അകാലിദളിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ BJP ഈ അകാലിദളിൻ്റെ തുടർ ഭരണം നീണ്ട നാളോടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് 2017 ശേഷം അവിടെ കോൺഗ്രസും പിന്നീട് ആം ആദ്മി പാർട്ടിയും വന്നു. അപ്പം കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി വന്നത്. അപ്പം പഞ്ചാബ് രാഷ്ട്രീയത്തിലുണ്ടായ ഒരു പ്രത്യേകത 2022 തെരഞ്ഞെടുപ്പിൽ അവിടെ ചതുഷ്കോണ മത്സരം ആണ് നടന്നത് പ്രധാനമായിട്ട്. അതായത് ഒരു ഭാഗത്ത് ആം ആദ്മി പാർട്ടി ഒരു പുതിയ പാർട്ടിയായിട്ട് എമർജ് ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ അവർ ഭരണത്തിലുണ്ടായിരുന്നിട്ട് നമ്മളാരും പ്രതീക്ഷിക്കാതെയാണ് പഞ്ചാബിൽ അധികാരത്തിലേക്ക് വന്നത്. മറ്റൊന്ന് ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ്, അതിന് ഇന്റേണൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. അകത്തുള്ള ഒരുപാട് ആന്തരികമായ പ്രശ്നങ്ങളും കാരണം കോൺഗ്രസ് സ്വയം അവിടെ തകരുകയായിരുന്നു. പിന്നീട് BJP അകാലിദളും തമ്മിലുള്ള അലയൻസും ദുർബലമായി. പക്ഷേ കർഷക സമരത്തെ തുടർന്നുണ്ടായ സാഹചര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു പ്രതിപക്ഷം, ഏകീകൃതമായൊരു പ്രതിപക്ഷം പഞ്ചാബിലുണ്ടായില്ല. ഇന്നും പഞ്ചാബിൻ്റെ അവസ്ഥ തന്നെ കേരളം പോലെ തന്നെയാണ്. അതായത് ദേശീയ തലത്തിൽ BJP എതിർക്കുന്ന 2 പ്രതിപക്ഷ പാർട്ടികളാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടി. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനും CPM-നും ഒന്നിക്കാൻ കഴിയാത്തതുപോലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിന് ഒന്നിക്കാൻ കഴിയില്ല. അവിടെ പക്ഷേ BJP അകാലിദൾ സഖ്യത്തിന് സാധ്യതയുണ്ടോ? ഇനി വീണ്ടും റിവൈവ് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നല്ലോ. 2007 മുതൽ 2017 വരെ തുടർ ഭരണം ഉണ്ടായിരുന്ന സ്റ്റേറ്റാണ്. BJP അകാലിദൾ സഖ്യം തിരിച്ചു വരാനാണ് സാധ്യത. പക്ഷെ അത് അധികാരത്തിലേക്ക് വരുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അകാലിദൾ ഒരുപാട് ദുർബലമായി പോയി. മറ്റൊന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു വളർച്ച മാത്രമല്ല, അവിടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പഞ്ചാബല്ല ഇന്നത്തെ പഞ്ചാബ്. ഒരുപാട് വിദേശ പണം ഒഴുകുന്ന, മയക്കുമരുന്നിന് വളരെ സാധ്യതയുള്ള, ഒരുപാട് പുതിയ, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എന്നുള്ളൊരു വ്യാപിച്ച സ്റ്റേറ്റാണ്. അപ്പം ഒരുപാട് പേര് അവിടെ നിന്ന് കുടിയേറ്റം നടക്കുന്ന, കാനഡ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഒരു കുടിയേറ്റം നടത്തുന്ന പുതിയ തലമുറ, ഇങ്ങനെ കേരളത്തിലുള്ള പോലെ തന്നെ പുതിയ തലമുറ പുറത്തേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു പൊളിറ്റിക്സിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ പഞ്ചാബിൽ നിലവിലുള്ള സർവേ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. അതിന് പ്രധാന കാരണം ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ടുള്ള, അതായത് ഈ 5 വർഷത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിലും അത് ചാനലൈസ് ചെയ്യാനുള്ള പ്രതിപക്ഷമില്ല. കോൺഗ്രസ് അവിടെ ദുർബലമാണ്. നമ്മൾ ലോക്സഭയിൽ പക്ഷേ സാറേ, ലോക്സഭയിലേക്ക് നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചല്ലോ. കഴിഞ്ഞ ലോക്സഭ 7-3 ആയിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിന്റെ പിന്തുണയുണ്ട്. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അവിടെ ചില ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJP-യിലേക്ക് പോകുന്നത്. അത് വലിയൊരു നഷ്ടമായി. രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയായിട്ട് ഞാൻ കണക്കാക്കണം. അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പിടിപ്പുകേട് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചു. അതും പഞ്ചാബിലും സംഭവിച്ചു. കോൺഗ്രസിനെ അവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അപ്പൊ അദ്ദേഹത്തിന് മാന്യമല്ലാത്ത രീതിയിലാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ട്രീറ്റ് ചെയ്തത്. കറക്റ്റ്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിന് കാര്യമായ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്കാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാണ്. പക്ഷേ ഓപ്പോസിഷൻ ഇന്ന് ഹൈലി ഡിവൈഡഡ് ആണ്. അതിൽ BJP അകാലിദൾ ഐക്യം വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുന്നേറാൻ കഴിയും. അത് അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പഴയ കാലത്തുള്ള അകാലിദളിന്റെ ശക്തി ഇന്നത്തെ അകാലിദളിന് ഇല്ല. അപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായിട്ട് നടന്ന ചർച്ച ഒരു പഴയ NDA-യുടെ പുതിയ
പുനരുജ്ജീവനം പഞ്ചാബിൽ സാധ്യമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോവയാണ് മറ്റൊരു സംസ്ഥാനം. 2026 തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം ഗോവയാണ്. ഗോവയിൽ BJP തുടർ ഭരണം നേടി പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 40 അംഗ നിയമസഭയാണ് അവിടെയുള്ളത്. BJP തുടരാനാണോ അതോ പ്രതിപക്ഷം കുതിച്ചു കയറുമോ? ഇപ്പോൾ BJP 2012 മുതൽ തുടർഭരണം നടത്തുന്ന സംസ്ഥാനമാണ്. അപ്പം ചില തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം, അപ്പം ഗോവയിൽ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നാലും വളരെ ശക്തമായ രീതിയിൽ BJP മുന്നേറുന്നുണ്ട്. 2012 ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BJPയുടെ ആ മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും 50-50 പലപ്പോഴും നടക്കുക. കോൺഗ്രസിന് ഒരു സീറ്റും അതുപോലെ BJPക്ക് ഒരു സീറ്റായിട്ട് മാറാറുണ്ട്. ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഗോവയിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. ഓക്കെ. അങ്ങനെ സംഘടനാപരമായി കോൺഗ്രസിന് ഒരുപാട് ദൗർബല്യമുണ്ടായി. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് ഒരു BJPയിലേക്ക് തന്നെ പോയി. ഇനി രണ്ടാമത് കോൺഗ്രസ് ജയിച്ചാൽ ഗോവയുടെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പെരുമാറുന്നത്. കാരണം അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പക്ഷേ അത് വേറൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പം ഗോവയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാലും കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മുമ്പുണ്ടായിരുന്നു. ഭൂരിപക്ഷം ഏറ്റവും വലിയ കക്ഷിയായിട്ട് അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ സാഹചര്യമുണ്ടായി. അത് കാരണം അത്തരം ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിനില്ല. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, കോൺഗ്രസിന് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ 2 പുതിയ പാർട്ടികൾ ഗോവയിൽ 2022 ശേഷം ശക്തമായി എന്ന് പറഞ്ഞാൽ നല്ലൊരു വോട്ട് ഷെയർ ഉണ്ട്. ആം ആദ്മി പാർട്ടി ഏതാണ്ട് 6% വോട്ടും, തൃണമൂൽ കോൺഗ്രസ് അതായത് ബംഗാളിന് പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടാക്കിയത് ഗോവയിലായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ ഏതാണ്ട് 12% വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2022 തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ കൊണ്ടുപോയി. അത് കൂടുതൽ ബാധിച്ചത് കോൺഗ്രസിനെയാണ്. അപ്പം ഞാൻ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം, ഒന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിലുണ്ടായ ക്രൈസിസാണ്. അപ്പം കോൺഗ്രസിൽപ്പെട്ട വലിയൊരു ശതമാനം പേര് BJPയിലേക്ക് കടന്നു. പഴയ നേതാക്കൾ പലരും MLA പലരും പോയി. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, ഈ ക്രൈസിസിനെ ഓവർടേക്കാനുള്ള നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പറയല്ലോ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ എന്നുള്ള തരത്തിൽ പാർട്ടിക്കൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ കേന്ദ്ര നേതൃത്വം അവിടെ ഇടപെടും. നമ്മൾ കേരളത്തിലെ ഹൈക്കമാൻഡ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന പഞ്ചാബിലുണ്ടായതുപോലെ തന്നെയാണ് കേന്ദ്ര നേതൃത്വമാണ് അവിടുത്തെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആം ആദ്മിയുടെ വളർച്ചയും തൃണമൂൽ കോൺഗ്രസും അവർ ഈ പ്രതിപക്ഷത്തിന്, അതായത് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ട് അവർ പിടിച്ചു. അല്ലെങ്കിൽ ഒരു അലയൻസ് ഉണ്ടാകണം. ഇപ്പം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും TMCയും കൂടെ ചേർന്ന ഒരു അലയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ശക്തമായ വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയും. 3 പേര് 3 കോണിൽ നിൽക്കുന്നവരാണ്. ഇല്ല, പക്ഷേ കോൺഗ്രസിന്റെ ഒരു പരിമിതി, കോൺഗ്രസ് ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കില്ല. അവർക്ക് ഡോമിനൻസ് ഉള്ള സ്ഥലത്ത് അവർ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാകും. കറക്റ്റ്. അതാണ് അവരുടെ ഏറ്റവും വലിയ. ഇപ്പം തമിഴ്നാട് തന്നെ പോരായ്മയും വളരെ ശക്തമായി നിന്ന DMK ഒരു രാത്രി കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടാണ് TVKയോടൊപ്പം പോയത് കോൺഗ്രസ്. ആ തരത്തിൽ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം ഡിഫറൻ്റ് ആണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ അവർ ചെറിയ ഘടകകക്ഷികളെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് അത് ഗോവയിലെ കഥ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഗോവയിൽ BJP തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതെ, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രതിപക്ഷത്തിലെ ഈ വിള്ളൽ, അതിൽ 2 പുതിയ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഒരു പരീക്ഷണാർത്ഥം വന്നതാണ്. അത് TMCയുടെ വളർച്ച തരുന്ന കഴിഞ്ഞ തവണ 5.6% വോട്ട് കിട്ടി. അതിന് AAP അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ 2 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 2027 അവസാനത്തോടാണ്. എങ്കിലും നമുക്കത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊന്ന് നോക്കിയാൽ എന്തെങ്കിലും ചിത്രം കാണാൻ സാധിക്കുമെന്ന് നോക്കാം. ഗുജറാത്തിലും ഹിമാചലിലുമാണ്. ഗുജറാത്തിൽ BJP ആണ് ഭരണം നടത്തുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അപ്പോൾ ഗുജറാത്തിൽ എങ്ങനെയുണ്ട് സ്ഥിതി? BJPക്ക് ശക്തമായ അടിത്തറ ഗുജറാത്തിലുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നമ്മൾ 2022 തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റം നടത്തി. അത് ഞാൻ മുന്നേറ്റം നടത്താൻ പറയാൻ കാരണം 2017 തിരഞ്ഞെടുപ്പിൽ BJP വളരെയധികം പിന്നോക്കം പോയി. അതായത് 182 അംഗങ്ങളുള്ള ഗുജറാത്തിൽ BJPക്ക് വെറും 96 സീറ്റാണ് അന്ന് ലഭിച്ചത്. അപ്പോൾ ആ തരത്തിൽ BJP, അതായത് മിനിമം ഒരു നാമമാത്രമായ ഭൂരിപക്ഷത്തിലാണ് 2017 BJP അധികാരത്തിൽ വന്നത്. പക്ഷേ അതിൽ നിന്ന് BJP ശക്തമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കാരണം അതിൻ്റെതായ ചില കറക്ഷൻ മറ്റ് BJP നേതൃത്വം മാത്രമേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരണം നടന്നിട്ടുള്ള, ആ തരത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റൊരു തരത്തിൽ ഒരുപാട് പുരോഗതികൾ BJPയിലുണ്ടായിട്ടുണ്ട്. BJP ഭരണത്തിന്റെ കീഴിൽ ഗുജറാത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2022 BJP 162 സീറ്റിലേക്ക് പോയി.
സീറ്റിലേക്ക് വളർന്നത്. അതായത് 2017 99 സീറ്റ് ലഭിച്ച BJP 5 വർഷം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ 162 ഉയർന്നു. അപ്പോൾ കോൺഗ്രസ് വളരെ താഴോട്ട് പോയി. അവിടെയും ആം ആദ്മി പാർട്ടിയുടെ ഒരു സാന്നിധ്യമുണ്ട് സാഹചര്യം. അപ്പം ആം ആദ്മി പാർട്ടി വലിയ സാധ്യതയില്ലെങ്കിലും ഈ കോൺഗ്രസിന്റെ വോട്ട് വിള്ളലുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. അത് ഈ പല സംസ്ഥാനം നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് അല്ലേ. മറ്റൊന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അതിന് ഒരു BJPക്ക് ബദലായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ട് നിയന്ത്രണമുള്ള ഒരു സംസ്ഥാനം എന്ന തരത്തിൽ കോൺഗ്രസിനോട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. ഈ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ വളരെ BJPക്ക് ലഭിച്ചതിന്റെ പകുതി 30% വോട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് BJPയുടെ മണ്ഡലമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുജറാത്തിലെ BJPക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ വരാൻ സാധ്യതയില്ല. മാത്രമല്ല അതിനെ ചാനലൈസ് ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസിനില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി ഇവിടെ ഒരു വോട്ട് കട്ടറായിട്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം വരുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഉണ്ട്. അത് അവരവരുടെ ശൈശവാവസ്ഥയിലാണ്. അതുകൊണ്ട് പാർട്ടി പഞ്ചാബിനും ഡൽഹിക്കും പുറത്ത് അവർ ഗോവയിലും ഗുജറാത്തിലും അവർ പ്രതീക്ഷിക്കുന്ന 2 സംസ്ഥാനങ്ങൾ. ഹിമാചലിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന് ആശ്വാസം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ. അവിടെ അവർക്ക് വീണ്ടും തുടരാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, ഹിമാചലിൻ്റെ ഒരു പ്രത്യേകത മാറി മാറി കോൺഗ്രസിനെയും BJPയെയും സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം നമ്മൾ 5 വർഷം കോൺഗ്രസ് ആണെങ്കിൽ പിന്നെ BJP ആണ്. അത് രാജസ്ഥാനിലും നമ്മുടെ ഹിമാചലിനും ഒരു പ്രത്യേകതയാണ്. മറ്റ് 3ാം മുന്നണി പാർട്ടികൾക്ക് വലിയ പ്രസക്തിയില്ല. ഇപ്പം പക്ഷേ ഹിമാചലിൽ BJPക്ക് വലിയ അഡ്വാൻറ്റേജ്. കാരണം ലോക്സഭയിലും BJP വലിയ വിജയമാണ് ഹിമാചൽ പ്രദേശിൽ നേടിയത്. 4 സീറ്റും BJP ആണ് വിജയിച്ചത്. ഹിമാചൽ പ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ ഈ 2027 നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന 7 സംസ്ഥാനങ്ങളിൽ BJPക്ക് സാധ്യത കുറവുള്ള മണ്ഡലങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് മണിപ്പൂരിൽ ചിലപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും BJPക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ പഞ്ചാബിൽ അകാലിദൾ BJP അലയൻസ് ഇനി ശക്തിപ്പെട്ട് വരണം. അതൊരു നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ആ തരത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പറയാൻ കഴിയും. കാരണം അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഡോമിനൻസ് ഉണ്ട് പഞ്ചാബിൽ. കാരണം ആം ആദ്മി പാർട്ടിക്ക് ബദലായ രാഷ്ട്രീയം അവിടെ വളർന്നിട്ടില്ല. പിന്നെ ഗോവയിലും BJPക്ക് വലിയ ചലഞ്ചസ് ഇല്ല. ഗുജറാത്തിലെ ചലഞ്ചസ് ഇല്ല. UPയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. UPയിലെ ചലഞ്ചസ് ഉണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കുകയും ഈ ആദിത്യനാഥ് സർക്കാർ. അതിൻ്റെ പ്രധാന കാരണം സമാജ്വാദി പാർട്ടിക്ക് പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഉയരാൻ കഴിയില്ല. വർഗീയത അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യയിൽ ഇനി വോട്ട് ലഭിക്കില്ല. പുതിയ തലമുറ, അതായത് ഇന്നും അവർ ഈ ദളിത് അല്ലെങ്കിൽ പിന്നോക്ക മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നിൽക്കുന്നത്. അത് എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിജയകരമായിട്ട് പോകില്ല. കാരണം പുതിയ തലമുറ, ജെൻസി തലമുറയ്ക്ക് മറ്റു ചില സ്വപ്നങ്ങളുണ്ട്. അവരെ ആസ്പിറേഷൻസ് അനുസരിച്ച് അവർക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് BJPക്കായിരിക്കും അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകും. തീർച്ചയായിട്ടും രാമജന്മഭൂമിയുടെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമാകും. പക്ഷെ BJP തന്നെ അതിജീവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത സംസ്ഥാനങ്ങളിലെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അത്രയും ശക്തമായി ഉണ്ടെന്ന് പറയാമെങ്കിലും കോൺഗ്രസ് ഈ സംസ്ഥാനം നമ്മളിപ്പം ചർച്ച ചെയ്ത 7 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ശക്തമായി മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയില്ല. കോൺഗ്രസ് ശക്തമായൊരു പാർട്ടി ഹിമാചൽ പ്രദേശത്തിൽ ഭരണത്തിലാണ്. BJP അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള കോമ്പിനേഷനാണല്ലോ അവിടെ ഉള്ളത്. അതിൽ ഈ ഊഴം BJPക്കാണ്. അതായത് കഴിഞ്ഞ 5 വർഷം കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണത്തിനുള്ള സ്കോപ്പ് കോൺഗ്രസിന് അവിടെ ഇല്ല. ഓക്കെ, അതാണ്. എന്തായാലും 2027 7 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയിൽ ഭൂരിഭാഗത്തും BJPക്ക് തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ എന്ന് ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ വെല്ലുവിളികൾ അത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇനി വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ വെല്ലുവിളി നേരിടാൻ സാധ്യതയുള്ളത് മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ കലാപം അവർക്ക് തിരിച്ചടി നൽകാൻ ഉള്ള സാധ്യത അവിടെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഹിമാചലിൽ അവിടെ ഭരിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിന് തിരിച്ചടി നേരിടാനുള്ള സാധ്യതയാണ്. അവിടെ BJP മുന്നേറ്റമുണ്ടാക്കും. അങ്ങനെ മണിപ്പൂരിലെ നഷ്ടം ഹിമാചലിലൂടെ BJP നികത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരം നിലനിർത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഗുജറാത്തിലും ഗോവയിലും ഒക്കെ തന്നെ അവരുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുന്നുണ്ട്. അവിടെ അവർ ശക്തമായ വോട്ട് കട്ടേഴ്സായി വരികയും ചെയ്യും. എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് BJPയെ എതിർത്ത് നിൽക്കുന്ന പാർട്ടികളായിട്ടുള്ള ആം ആദ്മി പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തൃണമൂലാണെങ്കിലും ഒരു കാരണവശാലും ഒരുമിച്ച് ഒറ്റക്കൈയായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ
മറന്നു പോരാടുവാൻ അവർ തയ്യാറാകില്ല, അവരുടെ നേതൃത്വങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം. അതുകൊണ്ട് തന്നെ വിഘടിച്ച് നിൽക്കുന്ന, പരസ്പരം പോരടിച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തോടാണ് BJP യുദ്ധത്തിന് തയ്യാറായി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ചിത്രം. അപ്പോൾ അഡ്വാൻറ്റേജ് BJP, മറ്റുള്ളവർ ഇനി റീഗ്രൂപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറയുടെ ആസ്പിറേഷൻസിനനുസരിച്ച് അവർ വളരേണ്ടിയിരിക്കുന്നു. BJP വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന പാർട്ടിയാണ്. ഈ ജെൻസി സമരത്തിലൂടെയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ഈ ശേഷിക്കുന്ന സമയങ്ങളിൽ സ്റ്റെപ്പ് എടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കുക. നമസ്കാരം.